ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീട്ടിൽ കായ്ച്ചു നിൽക്കുന്ന ചില ഫ്രൂട്ടുകളാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് കായ പിടിച്ച് പാകമായിട്ട് നിൽക്കുന്നത് എന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ റംബുട്ടാനാണ്, പിന്നെ നമ്മുടെ ഇസ്രായേലിൻ ഓറഞ്ച്, അത് കഴിഞ്ഞ് അത്തിപ്പഴം, അത് കഴിഞ്ഞ് പേരയ്ക്ക, പിന്നെ നമ്മുടെ സപ്പോട്ട, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത്തിപ്പഴം, പിന്നെ പേരപ്പഴം, അത് കഴിഞ്ഞ് നമ്മുടെ നീലൻ മാങ്ങ, പിന്നെ നമ്മുടെ ഓമക്കായ, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്. ഇത്രയൊക്കെയാണ്. എങ്കിലും നമ്മൾ മറ്റൊന്നും കൂടി വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ പ്രധാന പഴമായ പഴം തന്നെ, വാഴപ്പഴം. അപ്പോൾ അതിനെ നമ്മുടെ വീട്ടിൽ സുലഭമായതുകൊണ്ട് നമ്മളതിനെ ഫ്രൂട്ടുകളുടെ കൂട്ടത്തിൽ പെടുത്താറില്ല. നമ്മളത് പഴം എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അല്ലാതെ നമ്മളിതിൽ പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഏതൊക്കെയാണ് ഇന്ന് കായ്ച്ച് നിലവിലുള്ളത് അത് മാത്രമാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇത് എല്ലാവർക്കും ആവാം. ഒന്ന് നട്ട് നനച്ച് കൊടുത്താൽ മതി, നല്ല രീതിയിൽ വളർന്നു വന്നോളും. പിന്നെ പ്രത്യേക രീതിയിലുള്ള പരിചരണമൊന്നും വേണ്ട. എങ്കിലും അത് വാങ്ങുന്ന ഇടത്ത് തന്നെ അതിൻ്റെ പരിചരണങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിക്കഴിക്കുന്ന കൂട്ടത്തിലാവരുത്. നമ്മൾ കൃഷിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളും എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടു നനച്ച് നോക്കണം. നമ്മുടെ ജീവിതം എല്ലാം വാങ്ങിക്കഴിച്ച് കൂട്ടുന്ന കൂട്ടത്തിലാവരുത്. എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ച് അതിൻ്റെ വളർച്ചയും വളർച്ചാ രീതിയൊക്കെ കണ്ടു മനസ്സിലാക്കി തൃപ്തിയടയുന്ന ഒരു രീതിയായിരിക്കണം. അത് കിട്ടുന്ന ഒരു സംതൃപ്തിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു കുഞ്ഞ് ലൈക്ക്, കുഞ്ഞ് ഷെയറൊക്കെ ചെയ്ത് ഒരു കമൻറ്റൊക്കെ ചെയ്താൽ നമുക്ക് തൃപ്തിയാകും. നിങ്ങൾ ചെയ്യുന്ന ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതിനുള്ളൊരു പ്രോത്സാഹനം മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.